മാഡത്തെ ഈ യൂണിറ്റിന് വേണ്ടിയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും ഏറെ സന്തോഷത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഒരു വർഷത്തിൽ ഒരെണ്ണമെങ്കിലും നടത്താൻ ഇത്തരത്തിൽ KPA പോലുള്ള സംഘടനകൾക്ക് മുന്നിട്ട് വരണമെന്നും ഒരു അഭ്യർത്ഥനയുണ്ട്. ഇത് നമുക്കൊരു എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്തായിരിക്കും നമ്മളിവിടെ ഇരിക്കുന്ന പലരും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുക. അല്ലാതെ നമ്മളൊരു റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് ആരും നടത്താറില്ല. ശാന്തി ഭവൻ ഓർഗനൈസ് ചെയ്യുന്ന ഈ സൗജന്യമായിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് ഓൾറെഡി സിറ്റി CPO നടന്നു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിലും വന്ന് ചെയ്യണമെന്ന് ഡോക്ടർ ഋഷിപ്പ് ഇല്ല. അദ്ദേഹം ആവശ്യപ്പെട്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ആവശ്യമാണ്. അവരിങ്ങോട്ട് വന്ന് ചോദിച്ചു ചെയ്തു തരട്ടെ. അപ്പോൾ DIG ഓഫീസിലും അവിടെയുള്ള സ്റ്റാഫിന് വേണ്ടിയിട്ട് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച നടത്തിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പറഞ്ഞത് ഈ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലുള്ള എല്ലാ ഓഫീസേഴ്സിനും ഈ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ ഉദ്ഘാടനത്തിന് വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഡോക്ടർ ഋഷിയുമായിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചർച്ച നടത്തിയായിരുന്നു. ബേസിക്കലി കേരള പോലീസിൽ ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ മെഡിസെപ്പ് നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ബട്ട് അതിനകത്ത് ആനുവൽ മെഡിക്കൽ ചെക്കപ്പിനുള്ള ഒരു സ്കോപ്പ് ഇല്ല. അപ്പോൾ ഈ ആനുവൽ മെഡിക്കൽ ചെക്കപ്പ് ഒരു 30-35 കഴിഞ്ഞിട്ടുള്ള എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണം. എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത ശാന്തി ഭവൻ, I give you my wholehearted appreciation to Dr. Father Joy and all the team members who come again to one of our units and you're doing this medical camp. Very big thanks from our side to you. So എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് ഈ ഒരു യോഗത്തിനെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ രാജ്യത്തോ ലോകത്തോ മറ്റൊരിടത്തോ ഇല്ലാത്തൊരു കൺസെപ്റ്റാണ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ. ഹോസ്പീസും ഉണ്ട് മറ്റു രാജ്യങ്ങളിൽ. പക്ഷേ അതിന് ക്ലിനിക്കൽ സപ്പോർട്ട് വരെയാണ് അവിടെ കിട്ടുക. ഒരു ബെഡ് റിഡൻ സിറ്റുവേഷൻ ഒരു വ്യക്തിക്ക് വരുമ്പോൾ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയോട് കൂടെ മരണം വരെ അവിടെ ആയിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതി, അത് ശാന്തിഭവനെ 2016 നവംബർ മാസം ആ ബിൽഡിങ്ങിൻ്റെ ഓപ്പണിങ്ങോടുകൂടെ നമുക്ക് നിലവിൽ കൊണ്ടുവരാൻ സാധിച്ചു. ശില്പ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ കണ്ടെത്തണം നമ്മുടെ ശരീരഘടന എങ്ങനെയാണ്, നമ്മുടെ ശരീരത്തിൽ എന്താണ്, ഏത് ഓർഗനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനനുസരിച്ച് വേണം നമ്മുടെ ജീവിതശൈലി നമ്മൾ രൂപപ്പെടുത്താനായിട്ട്. ഒരു വ്യക്തിക്ക് കിഡ്നിക്ക് ചെറുതായിട്ട് ക്രിയാറ്റിൻ 1.1 ഉണ്ടെന്ന് വയ്ക്കും, 1.2 ബ്രിമ്മിലെത്തി നിൽക്കുന്നുണ്ട്. അവരെന്താ ചെയ്യേണ്ടത്? കിഡ്നിക്ക് ഓവർലോഡ് വരുന്നതൊന്നും ചെയ്യാതിരിക്കണം. എക്സസ് ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് കഴിക്കാതിരിക്കണം, എക്സസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് കഴിക്കാതിരിക്കണം. അങ്ങനെ ഒരു ക്രമത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അവർ ക്രോണിക് കിഡ്നി ഡിസീസിലേക്കോ ഡയാലിസിസിലേക്കോ എത്താതെ നോക്കാൻ കഴിയും. അതിനെയാണ് ഏർലി മെഡിക്കൽ ആൻഡ് ക്യാൻസർ ഡിറ്റക്ഷനിലൂടെ പ്രിവെൻഷനാണ് ശാന്തി ഭവൻ ഏറ്റെടുത്തിട്ടുള്ള പ്രൊജക്റ്റ്. ചെറുപ്പിലെ ക്യാമ്പ് നടത്തിയതിൽ ഒരു ലേഡി, ഒരു 64-year-old ലേഡി നമ്മുടെ അടുത്ത് വന്നു. ഞാൻ എക്സാമിൻ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അത്രയ്ക്കും വലിയൊരു ബ്രസ്റ്റ് സ്വെല്ലിങ് അവർക്ക് ഉണ്ടായിരുന്നിട്ട് കൂടി അവരത് ഇപ്പോൾ എന്നെ കാണുന്നതിന് ഒരാഴ്ച മുമ്പാണ് അവർ ശ്രദ്ധിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എനിക്ക് അതിശയം തോന്നി, എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ വന്നതെന്നുള്ളത്. നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയത് കൊണ്ട് ഒരു സർജറി കൊണ്ട് അവരുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി. ഇത് കണ്ടുപിടിച്ച് നേരത്തെ തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതിലേക്ക് പരമാവധി എല്ലാവരും വേഗം തന്നെ വന്ന് ഇതിന്റെ ഒരു മാക്സിമം യൂട്ടിലൈസേഷൻ എല്ലാവരും നടത്താൻ